ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഫീൽഡിലോട്ട് കടന്നു വരുന്ന പുതിയതായിട്ട് കുറേ ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ RRB ആയാലും RRB NTPC, CGL, PSC ഏത് എക്സാം ആയാലും അപ്പോൾ അതിനകത്ത് എന്തുണ്ട്, കണക്കുണ്ട്. ചിലരെന്ത് ചെയ്യും, കണക്ക് കണ്ടാൽ ഉടനെ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഒന്നും അറിയാത്തവർ കാണും, ചിലപ്പോൾ കുറച്ചെങ്കിലുമൊക്കെ അറിയാവുന്നവർ കാണും. അപ്പോൾ എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഏറ്റവും ബേസ് തൊട്ട്, അപ്പോൾ ഒന്നും അറിയാത്തവർക്ക് ഏറ്റവും ബേസ് തൊട്ട് പറയുന്നൊരു സെക്ഷനാണിത്, ഫ്രാക്ഷൻ. ഓക്കെ, ഫ്രാക്ഷൻ്റെ ഏറ്റവും ബേസ് തൊട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് എന്താ, ഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാം. ഫ്രാക്ഷൻ നമ്മൾ കുറേ നമ്പേഴ്സ് കണ്ടിട്ടുണ്ടല്ലേ. 1/2 എന്ന് പറഞ്ഞ നമ്പറുണ്ട്, 2/3 എന്ന നമ്പർ കണ്ടിട്ടുണ്ട് നിങ്ങൾ, 3/4 എന്ന നമ്പർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ പോട്ടെ, 5/4 എന്ന് കണ്ടിട്ടുണ്ട്, 8/2 എന്ന് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഫ്രാക്ഷൻ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രാക്ഷനിൽ കാണുന്നത് ഒരു നമ്പറുണ്ട്, മേളിലൊരു നമ്പറുണ്ട്, താഴെ ഒരു നമ്പറുണ്ട്, നടുക്കൊരു വരയുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നതെല്ലാം ഫ്രാക്ഷൻ ആണെന്ന് എനിക്കറിയാം. ഇനി നമ്മൾ ഈ നമ്പേഴ്സായിട്ടല്ല കാണേണ്ടത്, വേറെ രീതി നമ്മൾ ഇതിനെ പരിചയപ്പെടാൻ പോവാം. അതായത് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഭാഗം എന്നർത്ഥം. ഇപ്പോൾ 1/2 ഞാൻ എഴുതുക, ഞാൻ അതിനെ കോൺസെപ്റ്റാക്കി പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഞാൻ ഒരു വലിയൊരു വട്ടം ഉണ്ടായിരുന്നു, ഓക്കെ, വലിയൊരു വട്ടം, അതിനെ ഞാൻ രണ്ടായിട്ട് മുറിച്ചു. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഭാഗമുണ്ട്, ഇവിടെ രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട് അല്ലേ. ആണ്. അപ്പോൾ ഒരു വട്ടത്തെ ഞാൻ രണ്ടായിട്ട് മുറിച്ചപ്പോൾ എനിക്കതിൽ ഒരു ഭാഗം കിട്ടി, ഒരു ഭാഗം ഞാൻ മുറിച്ചിങ്ങെടുത്തു. അതാണെന്ത്, 1/2 എന്ന് പറയുന്നത്. കാരണം കോൺസെപ്റ്റ് ക്ലിയർ ആയോ. ഒരു വലിയൊരു വട്ടം ഉണ്ടായിരുന്നു, അത് ഒരു സാധനം ഉണ്ടായിരുന്നു, അതിനെ ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിലൊരു ഭാഗം എടുത്താൽ 1/2 ഞാൻ പറയും. ഓക്കെ ആണോ. ഇനി 2/3 എന്നൊരു സാധനം, അതായത് ഒരു വട്ടം ഉണ്ടായിരുന്നു, അതിനെ എന്ത് ചെയ്തു, മൂന്നായിട്ട് മുറിച്ചു. അതിൽ 2 ഭാഗം ഞാൻ എടുത്തു. ഓക്കെ, അപ്പോൾ എന്താണ്, മൂന്നായിട്ട് മുറിച്ചതിൽ 2 ഭാഗം എടുത്തു. അതാണ് മൂന്നായിട്ട് മുറിച്ചതിൽ 2 ഭാഗം ഞാൻ എടുത്തു. അതാണെന്ത്, 2/3 എന്ന് പറയുന്നത്. അപ്പോൾ 3/4 എന്ന് പറയുന്നത് ഒരിക്കലും 4ആയിട്ട് മുറിച്ചതിൽ 3 ഭാഗം എടുക്കുന്നതായിരിക്കും എന്ത്, 3/4 എന്ന് പറയുന്നത്. അപ്പോൾ 5/4ഉം 8/2 ഒക്കെ ഉണ്ട്. 5/4 എന്ന് പറയുന്നത് 4ആയിട്ട് മുറിച്ചതിൽ 5 ഭാഗം എടുക്കും. അത് നമുക്ക് വഴിയെ പറയാം. അതായത് ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ, ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗമാണ്. അതായത് തുല്യമായിട്ട് മുറിച്ച് വെച്ചേക്കുന്ന കുറേ സാധനത്തിൽ നിന്ന് എത്ര ഭാഗം ഞാൻ എടുക്കുന്നു എന്നുള്ളതാണ് എന്ത്, ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. രണ്ടായിട്ട് മുറിച്ച് ഒരു ഭാഗം എടുത്താൽ 1/2. ഓക്കെ ആണേ. ഇനി ഫ്രാക്ഷൻ കണ്ടുപിടിച്ച് എന്ത് ചെയ്യാനാ, ഒന്നിനും പൂജ്യത്തിനും ഇടയ്ക്കുള്ള കുറേ നമ്പേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രാക്ഷൻ യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത്. കാരണം എന്താ, എനിക്ക് അറിയാം 0 അറിയാം, 1 അറിയാം, 2 അറിയാം, 3 അറിയാം, 4 അറിയാം. അപ്പോൾ ഇതിനിടയ്ക്ക് കുറേ നമ്പേഴ്സ് ഇല്ലേ, ഇതിനിടയ്ക്ക് കുറേ നമ്പേഴ്സ് അപ്പോൾ ഇങ്ങനെയുള്ള ഇടയ്ക്കുള്ള നമ്പേഴ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഫ്രാക്ഷൻ കൊണ്ടുവന്നത്. അപ്പോൾ 1/2 എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഇതിനിടയ്ക്കുള്ള ദൂരത്തെ ഞാൻ എന്ത് ചെയ്യും, രണ്ടായിട്ട് മുറിച്ചിട്ട് അതിലൊരു ഭാഗം എടുക്കും, പകുതി എടുക്കുക. അതാണ് പകുതി, 1/2 പകുതി. മനസ്സിലായി. അപ്പം 3ആയിട്ടാണ് മുറിക്കുകയും 1/3. അങ്ങനെ ആ രീതിയിൽ ഇതിനിടയ്ക്കുള്ള നമ്പേഴ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഫ്രാക്ഷൻ കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി, സാധാരണ ഒരു ഫ്രാക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എപ്പോഴും 0നും 1നും ഇടയ്ക്കായിരിക്കും. പറഞ്ഞ പിടി കിട്ടിയോ. സാധാരണ ഒരു ഫ്രാക്ഷൻ്റെ വാല്യൂ എടുത്താൽ അത് എപ്പോഴും 0നും 1നും ഇടയ്ക്കായിരിക്കും. ഈ സാധാരണ ഫ്രാക്ഷൻ ഞാൻ ഉദ്ദേശിച്ചത് എന്താ, അതായത് മേളിൽ ഒരു സംഖ്യയുണ്ട്, താഴെ ഒരു സംഖ്യയുണ്ട്, ഇതല്ലേ ഫ്രാക്ഷൻ. ഈ മേളിൽ എഴുതിയ നമ്പറിനെ ഞാൻ ന്യൂമറേറ്റർ എന്ന് വിളിക്കും, ഈ താഴെ എഴുതിയ സംഖ്യ ഞാൻ ഡിനോമിനേറ്റർ എന്ന് വിളിക്കും. ഓക്കെ ആണോ. അപ്പോൾ മേളിൽ എഴുതിയിരിക്കുന്ന സംഖ്യ എപ്പോഴും താഴത്തെ സംഖ്യയെക്കാട്ടിയും ചെറുതാണെങ്കിൽ, അതായത് ന്യൂമറേറ്റർ എപ്പോഴും ഡിനോമിനേറ്ററെക്കാട്ടിയും ചെറുതാണെങ്കിൽ അതാണെന്ത്, സിമ്പിൾ ഫ്രാക്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ അതിനെ വേറെ പേര് വിളിക്കുന്നതാണ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിക്കും. പ്രോപ്പർ ഫ്രാക്ഷൻ. ഓക്കെ, ഇത്രയും കാര്യം സിമ്പിളായിട്ട് മനസ്സിലായോ. അതായത് ഒരു ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 നമ്പറുണ്ട്, മേളിലൊരു നമ്പറുണ്ട്, താഴെ ഒരു നമ്പറുണ്ട്. മേളിലുള്ള നമ്പറിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ന്യൂമറേറ്റർ, താഴെയുള്ള നമ്പറിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഡിനോമിനേറ്റർ. അപ്പോൾ മേളിലുള്ള നമ്പർ താഴെയുള്ള നമ്പറിനെക്കാട്ടി ചെറുതാണെങ്കിൽ അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഫ്രാക്ഷൻ, അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി പ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അടുത്തൊരു സാധനമാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ വലുതായിരിക്കും, ഡിനോമിനേറ്റർ ചെറുതായിരിക്കും. ഓക്കെ ആണോ. അതാണ് എന്ത്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. എന്തുകൊണ്ടാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്, അത് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്ക് എന്തായിരിക്കും, 0നും 1നും ഇടയ്ക്കായിരിക്കും വാല്യൂ. ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ കൊണ്ടുവന്നു ഫ്രാക്ഷൻ. അപ്പോൾ അതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഫ്രാക്ഷൻ. ഇനി
ഒന്നിനെക്കാട്ടിയും വലിയൊരു നമ്പർ കിട്ടുവാണെങ്കിൽ എനിക്ക് എന്തായിരിക്കും? അത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും. അതായത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായൊരു സംഖ്യയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഒന്നിനെക്കാട്ടിയും വലുതായിരിക്കും. ക്ലിയറായി? അതുകൊണ്ടാണ് അതിനെന്ത് വിളിച്ചത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിച്ചത്. ഇത്രയും കോൺസെപ്റ്റ് ക്ലിയർ ആണ്? ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു 1/2ൻ്റെ കാര്യം പറഞ്ഞു, 2/3യുടെ കാര്യം പറഞ്ഞു, 3/4ൻ്റെ കാര്യം പറഞ്ഞു. ഇനി 5/4 എന്ന് വെച്ചാൽ എന്താ? ഞാൻ പറഞ്ഞില്ലേ 5/4 എന്ന് പറഞ്ഞാൽ എന്ത് ഫ്രാക്ഷനാണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. ഇത്രയും സിമ്പിൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷനാണ്. കാരണം ന്യൂമറേറ്റർ ചെറുതാ. ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്താ? ന്യൂമറേറ്റർ വലുതല്ലേ? അതെന്ന് പറയുന്നത് ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് നമ്മൾ വേറെ ഐഡിയൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ, അതായത് ഞാൻ ഒരു വട്ടം എടുത്തു. എത്ര ആയിട്ടാണ് ഞാൻ മുറിച്ചേക്കുന്നത്? 4ആയിട്ടാണ് മുറിച്ചേക്കുന്നത്. ഓക്കെ, 4ആയിട്ട് ഞാൻ മുറിച്ചു. അപ്പോൾ എത്ര പീസ് ഞാൻ എടുത്തു? ഇത് 5 പീസ് എടുത്തു. ഈ 5 പീസ് എടുക്കാനുണ്ടോ എനിക്ക്? ഇല്ല, 4 പീസ് എടുക്കാനുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? വേറൊരു വട്ടം കൂടെ വരയ്ക്കും. അതേപോലുള്ളൊരു വട്ടം എടുത്തു. അതേപോലെ കൃത്യമായി ഞാൻ 4ആയിട്ട് മുറിച്ചു. എന്നിട്ട് ഇതിൽ നിന്നൊരു പീസ് കൂടെ എടുത്തു. അപ്പോൾ ഇതിൽ 1, 2, 3, 4 4 പീസും ഇതിൽ നിന്നൊരു പീസ് കൂടെ ഞാൻ എടുത്തു. ഓക്കെയാണേ? അപ്പോൾ എനിക്ക് 5/4 എന്നുള്ള സാധനം കിട്ടും. 5/4 4ആയിട്ട് മുറിച്ചതിൽ 5 പീസ് ഞാൻ എടുത്തു. അപ്പോൾ എനിക്ക് ഒന്നിനെക്കാട്ടും ചെറിയ വാല്യൂ ആണ് കിട്ടുന്നത്. അല്ല, അത് കണ്ടോ, ഒരു ഫുൾ കേക്ക് എടുത്തില്ലേ? ഒരു ഫുൾ കേക്കും ഉണ്ട്, മറ്റേ കേക്കിൻ്റെ 4/1 ഭാഗമുണ്ട്. അപ്പോൾ 5/4 എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയാണെന്ന് അറിയാമോ? 1/4 ആണ്. ഇത് കിട്ടിയോ? 5/4 എങ്ങനെ 1/4 ആയി മനസ്സിലായോ? അതായത് 4ആയിട്ട് മുറിച്ചതിൽ 4 പീസ് എടുത്തപ്പോൾ എനിക്ക് ഫുൾ കേക്കായി. ഇനി അപ്പുറത്തേത് ഒരു പീസും കൂടെ ഞാൻ എടുത്തു. അപ്പോൾ 4ആയിട്ട് മുറിച്ചത് ഒരു പീസല്ലേ എടുത്തത്? അപ്പോൾ 1/4 എന്നായി. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തത് 8/2 എന്ന് പറയുന്നത് എന്തുമായിരിക്കും? 2ആയിട്ട് മുറിച്ച കേക്ക് ഉണ്ടല്ലേ? അപ്പോൾ 1, 2, 3, 4 എല്ലാത്തിനും എന്ത് ചെയ്തു? 2ആയിട്ട് ഞാൻ മുറിച്ചു. 2ആയിട്ട് മുറിച്ചു. കണ്ടോ? 2ആയിട്ട് മുറിച്ചു. അപ്പോൾ ഇനി 8 പീസ് എടുക്കണ്ടേ? 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ എത്ര കേക്കായി? കണ്ടോ? 4 ഫുൾ കേക്ക് അല്ലേ? അപ്പോൾ 8/2 എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര? 4 ഫുൾ കേക്കാ. മനസ്സിലായോ? ഇനി നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ, 2/2 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് പറഞ്ഞു. പണ്ട് നമ്മൾ പഠിക്കും, എന്താ 2 മേളിൽ 1 ഒരേപോലെ വന്നുകൊണ്ട് വെട്ടിക്കളഞ്ഞ് ഈക്വൽ 1 എഴുതി. 3/3 1 ആണെന്ന് പഠിച്ചു. 4/4 1 ആണെന്ന് പഠിച്ചു. ഇതിൻ്റെ അർത്ഥം എന്താ? അതായത് ഞാനൊരു കേക്ക് എടുത്തു, അതിനെ ഞാൻ 2ആയിട്ട് മുറിച്ചു. 2ആയിട്ട് മുറിച്ചിട്ട് ആ 2 പീസ് ഞാൻ എടുത്ത് ഒരുമിച്ച് വെച്ചാൽ എനിക്ക് എന്താവും? ഒരു ഫുൾ കേക്ക് ആകത്തില്ലേ? ആണ് ഈ 1 എന്ന് പറയുന്നത്. ഉണ്ടോ? ഇനി ഒരു വലിയ കേക്ക് എടുത്തു, അതിനെ ഞാൻ 3ആയിട്ട് മുറിച്ചു. 3ആയിട്ട് മുറിച്ചു. എന്നിട്ട് ആ 3 പീസ് ഞാൻ എടുത്ത് ഒരുമിച്ച് വെച്ചു. കണ്ടോ? 3ആയിട്ട് മുറിച്ചതിൽ 3 പീസ് ഞാൻ എടുത്ത് ഒരുമിച്ച് വെച്ചു. അപ്പോൾ എനിക്കൊരു ഫുൾ കേക്ക് തന്നെ കിട്ടത്തില്ലേ? കിട്ടും. അതാണ് ഞാൻ എന്ന് പറയുന്നത്. ഓക്കെ. 4/4 പറഞ്ഞാൽ എന്താ? 4ആയിട്ട് മുറിച്ചതിൽ ഓരോ പീസ് ഞാൻ 4 പീസ് എടുത്ത് ഒരുമിച്ച് വെക്കും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഫുൾ കേക്ക് തന്നെ കിട്ടും. അതായത് ദാണ്ടെ 4ആയിട്ട് മുറിക്കുക. ഒരു പീസ് ദാണ്ടെ, ഒരു പീസ് ദാണ്ടെ, ഒരു പീസ് ദാണ്ടെ, ഒരു പീസ് ദാണ്ടെ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെക്കുമ്പോൾ എനിക്ക് എന്താവും? ഒരു ഫുൾ കേക്ക് തന്നെ ആവും. അതാണെന്ത്? 1 എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ ആണോ? ഇത്രയും കോൺസെപ്റ്റ് ക്ലിയർ ആണേ? അപ്പോൾ ഫ്രാക്ഷൻ എന്താണെന്ന് അറിയാം, സിമ്പിൾ ഫ്രാക്ഷൻ അറിയാം. ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണ് സിമ്പിൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻ. ഇനി ഡിനോമിനേറ്റർ വലുത് എന്ന് പറഞ്ഞാൽ ഞാൻ 5 എഴുതി, ബൈ താഴെ ന്യൂമറേറ്റർ ചെറുതെഴുതി. ഇതാണ് എന്ത്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ അല്ലേ ഞാൻ നേരത്തെ എന്താക്കി എഴുതിയത്? മറ്റേ വട്ടം വരച്ചിട്ട് 2ആയിട്ട് മുറിച്ചതിൽ 5 പീസ് എന്ന് പറഞ്ഞല്ലേ? 2ആയിട്ട് മുറിച്ചതിൽ 5 പീസ്. അതെ, 2ആയിട്ട് മുറിച്ചതിൽ 5 പീസ്. 1, 2, 3, 4, 5 പീസ് എടുത്തു. അപ്പം എത്ര? 2 ഫുൾ കേക്കും ഒരു ഹാഫ് പീസും അല്ലേ വന്നത്? ആണ്. അപ്പോൾ ഇതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ ഞാൻ എന്ത് ചെയ്തു? വേറൊരു ഫോമിലല്ലേ എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ ഫോമിനെ ഞാൻ വിളിക്കുന്ന പേരാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയും. അതായത് നമ്പരും ഉണ്ട്, ഫ്രാക്ഷനും ഉണ്ട്. പറഞ്ഞപ്പോൾ കിട്ടിയോ? അപ്പോൾ നമ്പരും ഫ്രാക്ഷനും ഉള്ളതിൻ്റെ ഫോമിനെ ഞാൻ വിളിക്കുന്ന പേരാണ് മിക്സഡ് ഫ്രാക്ഷൻ. മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെയാണേ? ഇനി എനിക്കിതെന്താ അറിയാം? ഇനി ഈ രണ്ട് 1/2 ഉണ്ട്. ഇതിനിടയ്ക്ക് ഇൻറ്റു ആണോ അതോ പ്ലസ് ആണോ? അത് സംശയമല്ലേ? നോക്ക്, ഇവിടെ ഞാൻ 2 കേക്കും ഒരര കേക്ക് കൂടല്ലേ എടുത്തതല്ലേ? അപ്പോൾ എന്താ അതിൻ്റെ കൂട്ടിയേക്കുമല്ലേ? അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 2 + 1/2 എന്ന് എനിക്ക് എഴുതാമല്ലോ. അപ്പോൾ 2 + 1/2 തന്നെയാണ് എന്ത്? 2 1/2 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിനിടയ്ക്ക് ഒരിക്കലും മൾട്ടിപ്ലിക്കേഷൻ അല്ല, പ്ലസ് ആണ്, മറക്കരുത്. ഇനി വേറൊരു ഫ്രാക്ഷൻ നമുക്ക് നോക്കാം. 6/4. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? മിക്സഡ് ഫ്രാക്ഷനൊക്കെ എഴുതി നോക്കാം അല്ലേ? അപ്പോൾ 4ആയിട്ട് മുറിച്ചിലുണ്ടെന്നൊക്കെ അറിയാം. ഇനി പടം വരയ്ക്കാതെ നമുക്ക് ചെയ്യണ്ടേ? പടം വരയ്ക്കാതെ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ 6നകത്ത് 4 എത്ര പ്രാവശ്യം ഉണ്ടെന്ന് നോക്കിയാൽ പോരെ? അതായത് 1, 2, 3, 4, 5, 6. ഇതിനകത്ത് 4 എത്ര പ്രാവശ്യം ഉണ്ട്? 1, 2, 3, 4 ഉണ്ടോ? 4 ഒരു പ്രാവശ്യം എടുത്തു. പിന്നെ ഒരു 4 എടുക്കാനുണ്ടോ എനിക്ക്? ഇല്ല.
അപ്പോൾ ഒരു പ്രാവശ്യം 4 എടുത്ത് കഴിഞ്ഞു. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 2 ഉണ്ടല്ലേ? 2 ഉണ്ട്. എത്രയില? 4 ബൈ 4. അതായത് ഡിനോമിനേറ്റർ അതുപോലെ എടുത്ത് എഴുതിയാൽ മതി. 2/4 ഒരു 1 2/4 എന്നുള്ളത് കിട്ടും. ഓക്കെ ആണേ. ഇനി അടുത്തത് 3/2. അപ്പോൾ 3-നകത്ത് എത്ര പ്രാവശ്യം 2 ഉണ്ട്? 3. 3-നകത്ത് എത്ര പ്രാവശ്യം 2 ഉണ്ട്? ഒറ്റ പ്രാവശ്യത്തിലേക്ക് 2 എടുക്കാൻ പറ്റുമോ? വേറെ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എനിക്ക് 1. ബാക്കി എത്ര റിമൈൻഡർ എത്ര ഉണ്ട്? 1 1/2. പറഞ്ഞ പിടി കിട്ടിയോ? ഇനി നമുക്ക് വേറെ നോക്കാം. 16/3 നോക്കാം. 16/3. അപ്പോൾ അതെങ്ങനെ എഴുതും? 16 എത്ര പ്രാവശ്യം 3 ഉണ്ട്? 3 ഇൻറ്റു 5 അല്ലേ 15. 3 ഇൻറ്റു 5 ആണ് 15. അപ്പോൾ 5 പ്രാവശ്യം ഉണ്ട്. 5 പ്രാവശ്യം പറ്റും. 15 ആയി. ഇനി ബാക്കി റിമൈൻഡർ എത്ര? 16 15 പോയാൽ ബാക്കി 1 ഉണ്ടല്ലേ? 1/3. ക്ലിയർ ആണോ? ഇനി ഇതൊന്ന് വരച്ച് കാണിച്ചു തരാം അല്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. നോക്കിക്കോ. ഇതിനകത്ത് ഉണ്ട് ഒരു 3 എടുത്തു. ഇനി രണ്ടാമത്തെ 3 എടുത്തു. മൂന്നാമത്തെ ഒരു 3 എടുത്തു. ഇനി ഇത് ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ താഴെ കൊടുക്കാം. ഓക്കെ. ഉണ്ട്. അടുത്തൊരു 3 എടുത്തു. പിന്നെ ഒരു 3 എടുത്തു. ഓക്കെ. 1 2 3 4 5 പ്രാവശ്യം ഞാൻ എടുത്തു. അതാണ് ഈ 5 എന്ന് എഴുതിയേക്കുന്നത്. പിന്നെ എനിക്ക് 1 അല്ലേ ബാക്കിയുള്ളത്. ഈ 3 പ്രാവശ്യം കണ്ടോ? 3 വെച്ചല്ലേ എടുത്തത്. അപ്പോൾ 1/3. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ്. ഇനി അടുത്തൊരു നമ്പർ നോക്കാം. 24/3. 24/3. അത് എത്ര വരും? അപ്പോൾ മറ്റേ ഇനി വട്ടം വെച്ചൊന്ന് പറഞ്ഞു നോക്കാം നമുക്കല്ലേ. അപ്പോൾ ഒരു വട്ടം എടുത്തു. അതിനെ എന്ത് ചെയ്തു? 3ആയിട്ട് മുറിക്കുക. ഓക്കെ. അപ്പോൾ അതുപോലെ എത്ര 24 പീസ് വെച്ചാണ് ഇതുപോലുള്ള 3 എന്നുള്ള 24 പീസ് ഞാൻ വെച്ചു. അപ്പോൾ എത്ര കേക്ക് വരും നോക്കിയാൽ പോരെ? വേണ്ട 3 എണ്ണമായി, 6 9 12 ഇതുപോലെ 4 പീസും കൂടെ വേണ്ടേ? 12 എത്ര പീസായി? ഇപ്പോൾ 3 3 3 12 24 പീസായി. അപ്പോൾ എത്ര? 3 എണ്ണം വെച്ചുള്ള 8 കേക്ക് എടുത്ത് വെച്ചു അല്ലേ? അപ്പോൾ എനിക്ക് 8 കേക്കല്ലേ കിട്ടുന്നത്. അപ്പോൾ 24 പീസ് ഞാൻ എടുത്ത് വെച്ചപ്പോൾ എനിക്ക് 8 കേക്ക് കിട്ടി. അപ്പോൾ 24/3 എന്ന് പറഞ്ഞാൽ എത്ര? 8 ആണ് എനിക്ക് കിട്ടുന്നത്. 24/3 എന്ന് പറഞ്ഞാൽ 8 കേക്ക് 8 ഫുൾ കേക്ക് എനിക്ക് കിട്ടും. ഇനി വേറെ നമ്പർ എന്ന് പറഞ്ഞാൽ 7/3. 7-നകത്ത് 3 പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം ഉണ്ടല്ലേ? 7 × 2 6. ബാക്കി എനിക്ക് 1 റിമൈൻഡർ ഉണ്ട്. 1/2. ഓക്കെ ആണേ. ഇപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റണ്ടേ? അതൊന്ന് നോക്കാം. നോക്കൂ. ഇവിടെ എനിക്കറിയാം എന്താ? 2 + 1/2 എന്ന് എനിക്ക് അറിഞ്ഞൂടെ? 2 + 1/2 ആണെന്ന് എനിക്കറിയാം. ഓക്കെ. ഇനി ഇത് ചെയ്ത മെത്തേഡ് ഞാൻ ഡയറക്റ്റ് ഇപ്പോൾ അങ്ങ് പറഞ്ഞുതരാം. പക്ഷേ ഇത് വേറെ രീതിയിൽ നമുക്ക് പിന്നീട് പറയാം. 2 × 2 ചെയ്യും. അതായത് ഈ 2 × ഈ 2 ചെയ്യും. എന്നിട്ട് ഈ 1-ൻ്റെ കൂടെ കൂട്ടും. 2 × 2 4 + 1 5/2. ഇവിടെ കിട്ടിയോ? 2 + 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 ആയിരുന്നു കേട്ടോ. 1/3 അല്ലേ വരുന്നത്. ഇത് നോക്കിയോ 1/3. അപ്പോൾ 2 + 1/3 നോക്കാം. 2 + 1/3 എന്ന് പറഞ്ഞാൽ എത്ര? 3 × 2 എത്ര? 6 ആണല്ലേ? 6 + 1 7 7/3. കണ്ടോ? സെയിം സാധനം കിട്ടിയുണ്ടോ എനിക്ക്? കിട്ടി. ഇനി അടുത്തൊരു നമ്പർ നോക്ക്. 5/3. 5/3 എന്ന് പറഞ്ഞാൽ 3 × 5 15 + 1 16. അപ്പോൾ 16/3 എഴുതി. വന്നാണ്ടോ? ഓക്കെ. ഇനി 2 × 1 2 2 + 1 3 3/2 എന്ന് വരും അല്ലേ? 3/2. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എടുത്തതെന്നൊക്കെ ഉള്ളത് നമുക്ക് അഡിഷൻ്റെ കേസ് വരുമ്പോൾ പറയാം. അപ്പോൾ ഇത്രയും കൺവേർഷൻ പിടി കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള സാധനമാണ് ലൈക്ക് ഫ്രാക്ഷൻ ഉണ്ട്, അൺലൈക്ക് ഫ്രാക്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻ നോക്കാം. ലൈക്ക് ഫ്രാക്ഷൻ ലൈക്ക് ഫ്രാക്ഷൻ ലൈക്ക് ഫ്രാക്ഷൻ ലൈക്ക് ഫ്രാക്ഷൻ ലൈക്ക് ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എഴുതുക 1/2 2/2 3 2/2 3/2 4/2 എല്ലാം എഴുതി. ഇതിന് പ്രത്യേകം എന്താ? ഡിനോമിനേറ്റർ ഉണ്ടോ? ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ എല്ലാം ഈക്വൽ ആണെങ്കിൽ അതിനെ ഞാൻ എന്ത് വിളിക്കും? ലൈക്ക് ഫ്രാക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ ആണേ. ഇനി ഡിനോമിനേറ്റർ ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ വിളിക്കുന്ന പേരാണ് അൺലൈക്ക് ഫ്രാക്ഷൻ എന്ന് വിളിക്കും. അൺലൈക്ക് ഫ്രാക്ഷൻ.
അൺലൈക്ക് ഫ്രാക്ഷൻ. അതായത് 1/2 3/4 എടുത്തു. ഇത് രണ്ടും എന്താ അൺലൈക്ക് ഫ്രാക്ഷനാണ്. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ 5/3 എടുത്താലോ, അതും അൺലൈക്ക് ഫ്രാക്ഷനാണ്. കാരണം എന്താ, ഡിനോമിനേറ്റർ ഒന്നും ഈക്വൽ അല്ല. ഡിനോമിനേറ്റർ ഈക്വൽ അല്ലെങ്കിൽ ഞാൻ അതിനെ വിളിക്കുന്ന പേരാണ് അൺലൈക്ക് ഫ്രാക്ഷൻ. ഓക്കെ ആണേ. ഇനി ഇത്രയും പഠിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് എന്തിലോട്ട് പോകാമെന്ന് വെച്ചാൽ ഇക്വലൻ്റ് ഫ്രാക്ഷൻ എന്ന് പറയണം. ഇക്വലൻ്റ് ഫ്രാക്ഷൻ, അടുത്താണ് ഇക്വലൻ്റ് ഫ്രാക്ഷൻ. QUI ഇക്വലൻ്റ് ഫ്രാക്ഷൻ. ഇക്വലൻ്റ് ഫ്രാക്ഷൻ അതായത് നമ്മൾ പറയാറുണ്ടല്ലേ 1/2 എന്ന് പറയുന്നത് ഹാഫാണ്, 2/4 എന്ന് പറയുന്നത് ഹാഫാണ്, 3/6 എന്ന് പറയുന്നതും ഹാഫാണ്. എന്തുകൊണ്ട് ഇതൊക്കെ ഈക്വൽ എന്ന് പറയുന്നുണ്ടോ? നമുക്കൊരു പടം വരയ്ക്കാം. ഞാൻ ഒരു പടം വരച്ചു. ഓക്കെ, അതിനെ ഞാൻ ഈക്വൽ പാർട്സായി ഡിവൈഡ് ചെയ്യാൻ പോവാം. 4 അല്ലേ, 8 പാർട്ടായി. ഇനി ചോദിക്കൂ, ഞാൻ നാട്ടെ ഹാഫ് പാർട്ട് എടുക്കാൻ പോകും. ഹാഫ് പാർട്ട് അവിടെ ഈ ഒരു ഹാഫ് പാർട്ട് എടുത്തു. ഹാഫ് പാർട്ട് എടുത്തു. ഞാൻ ഇതിനെ ഈ ഒരൊറ്റ വര കൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തെങ്കിൽ, ഈ ഉള്ള ഒരു ഒറ്റ വര കൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തെങ്കിൽ അത് രണ്ടായിട്ട് മുറിച്ചതിൽ ഒരു പാർട്ടല്ലേ ഇത്, രണ്ടായിട്ട് മുറിച്ചതിൽ ഒരു പാർട്ടാണ് അത്. ഇനി ഞാൻ ഇതിനെ 4ആയിട്ടാണ് മുറിച്ചെങ്കിൽ കണ്ടോ, ഈ ഒരു വരയുണ്ട്, ഈ ഒരു വരയുണ്ട്, 2 വര എടുത്തു കണ്ടോ, ഈ 2 വര എടുത്തു, 4ആയിട്ടാണ് മുറിച്ചതെങ്കിൽ ഈ 4ആയിട്ട് മുറിച്ചതിലാണ്ട് 1 2 3 4 4ആയിട്ട് മുറിച്ചതിൽ 2 പീസല്ലേ അത്, 4ആയിട്ട് മുറിച്ച് 2 പീസല്ലേ അത് ആണ്. ഇനി ഞാൻ 6ആയിട്ടാണ് മുറിച്ചതെങ്കിൽ നോക്കിയോ, അതായത് ഞാൻ അടുത്ത ഫിഗർ വരയ്ക്കാം. ഫിഗർ വരച്ചിട്ട് ഉണ്ട് 6ആയിട്ട് മുറിച്ചു. 6ആയിട്ട് മുറിച്ചതിൽ കണ്ടോ പകുതി ഭാഗം എടുത്തു. അപ്പോൾ എത്ര പീസാ? 1 2 3. 6ആയിട്ട് മുറിച്ചതിൽ 3 പീസല്ലേ അത് കണ്ടോ, 6ആയിട്ട് മുറിച്ച് 3 പീസും എന്താ പകുതി തന്നെയാണ്. ഇനി കണ്ടോ ഇവിടെ നോക്കൂ, 1 2 3 4, അപ്പോൾ 4 പീസ്. എത്രയായിട്ട് മുറിച്ചതിൽ? 8ആയിട്ട് മുറിച്ചത് 4 പീസ്. ഇതെല്ലാം എന്താ ഒരേ ഭാഗം തന്നെയാണ് ഞാൻ വരച്ചേക്കുന്നത്, പക്ഷേ ഞാൻ എത്രയായിട്ട് മുറിച്ചു എന്നുള്ളതിലാണ് ഡിഫറൻസ് വന്നത്. പറഞ്ഞു കിട്ടിയോ, ഞാൻ എടുത്ത സാധനം സെയിം ആണ് എല്ലായിടത്തും. 1/2 2/4 3/6 4/8 സെയിമാണ്, പക്ഷേ ഞാൻ എന്താ ഡിവൈഡ് ചെയ്തത് വ്യത്യസ്ത രീതിയിലാണ്. ഞാൻ 2ആയിട്ട് മുറിച്ചെങ്കിൽ 2-1 ഭാഗം എടുത്തുള്ളൂ, 4ആയിട്ട് മുറിച്ചാൽ 4 2 ഭാഗം എടുക്കണം പകുതി ആവണമെങ്കിൽ. മനസ്സിലായി? അപ്പോൾ ഇതെന്താണ്, ഇതെല്ലാം ഈക്വൽ ആണെന്ന് എനിക്ക് പറയാം. ഓക്കെ ആണേ. ഓക്കെ, ഇനി ഈ ഇതെങ്ങനെ നമുക്ക് ഓരോ രൂപത്തിലോട്ട് മാറ്റാന്നുള്ളത് നോക്കണം. 1/2 കിടക്കുമല്ലേ, 1/2 ഇതിനെ മേളിലും താഴെ ഞാൻ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് അതിൻ്റെ ഈക്വലൻ്റ് ഫ്രാക്ഷൻ കിട്ടും. ഓക്കെ ആണല്ലോ. ഞാൻ ഇതിൻ്റെ മേളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1 × 2 2 അല്ലേ, കണ്ടോ 2 × 2 എത്ര 4 കിട്ടിയത് കണ്ടോ. ഇനി ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 1 × 3 3 കണ്ടോ, 2 × 3 6. മനസ്സിലായോ? ഇനി ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ, മേളിലും താഴെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 1 × 4 4, 2 × 4 8. പറഞ്ഞു കിട്ടിയോ? ഇനി ഞാൻ ചോദിക്കുക, 1/2 ഈക്വലൻ്റ് ഫ്രാക്ഷൻ എഴുതണം. ന്യൂമറേറ്റർ ഞാൻ പറഞ്ഞു 50 ആണെന്ന് പറഞ്ഞു. ഓക്കെ, ന്യൂമറേറ്റർ 50ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ എത്ര ആയിരിക്കും? ആലോചിച്ച് നോക്ക്, 1നെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴല്ലേ എനിക്ക് 50 കിട്ടിയത് ആണ്. അപ്പോൾ 2നെ ഞാൻ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, അപ്പോൾ എനിക്ക് എത്ര വരും? 100 വരും. പറഞ്ഞ് മനസ്സിലായോ? ഇനി 1/3 എൻ്റെ ഈക്വലൻ്റ് ഫ്രാക്ഷൻ എനിക്ക് എഴുതണം. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 3 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 1 × 3 അല്ലേ 3, അപ്പോൾ ഡിനോമിനേറ്റർ എത്ര വരും? 9 വരും. ഇത് രണ്ട് ഈക്വലൻ്റ് ഫ്രാക്ഷൻ ആയില്ലേ? ഓക്കെ, ഇനി അടുത്ത 2/3 ഇതിൻ്റെ ഈക്വലൻ്റ് ഫ്രാക്ഷൻ എഴുതണം. ഞാൻ പറഞ്ഞു ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ 12 ആണെന്ന് പറഞ്ഞു. 3 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 12 കിട്ടുന്നത്? 3 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 12 കിട്ടും. അപ്പോൾ 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, 8 കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് കിട്ടും. ഓക്കെയാണ്. ഇപ്പോൾ എനിക്കറിയാം ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് എഴുതി കഴിഞ്ഞാൽ വാല്യൂ എപ്പോഴെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. അപ്പോൾ എനിക്ക് എവിടെ 1/2 ഉണ്ട് അവിടെ അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? 2/4 വേണമെങ്കിൽ കൊടുക്കാം, 3/6 വേണമെങ്കിൽ കൊടുക്കാം, 4/8 വേണമെങ്കിൽ കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം. വേണമെങ്കിൽ 1/3 അവിടെ എന്തെങ്കിലും കൊടുക്കാം, 3/9 കൊടുക്കാം, വേണമെങ്കിൽ 2/6 കൊടുക്കാം, 2/6 കൊടുത്തൂടെ? കൊടുക്കാം. ഇനി വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? 4/12 കൊടുക്കാം. കാരണം 4 മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധനം ഈക്വലാണ്, വാല്യൂ ഒരിക്കലും മാറുന്നില്ല, പക്ഷേ നമ്പർ മാത്രമേ മാറുന്നുള്ളൂ. അതുകൊണ്ട് ഈ കേസ് ചിന്തിച്ചാൽ മതി. ഓക്കെ, ഈ കേസ് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈക്വലൻ്റ് ഫ്രാക്ഷൻ വെച്ചാൽ എന്താ, ഒരേ വാല്യൂ ആയിരിക്കും, പക്ഷേ എന്തായിരിക്കും, ഫ്രാക്ഷൻസ് വ്യത്യാസമായിരിക്കും. ഇതൊക്കെ എന്തിനാണ് പറയുന്നത് വെച്ചാൽ നമുക്കിത് എന്തിൽ വേണം,
നമ്മളിത് അഡിഷൻ്റെ കേസിൽ നമ്മളിത് ഉപയോഗിക്കും. അഡിഷനും സബ്ട്രാക്ഷനൊക്കെ പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈക്വലൻ്റ് ഫ്രാക്ഷനും ലൈക്ക് ഫ്രാക്ഷനും ഒക്കെ അറിഞ്ഞിരിക്കണം. ഇനി അങ്ങനെ നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോകാം. അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ അഡിഷൻ. ഇനി അതായത് 1/2. ഈ 1/2 നമ്മൾ സ്ഥിരം കാണുന്ന സാധനം 2 1/4 കൊടുക്കും അല്ലേ? 1/4, 2/4, 3/4 ഇതെല്ലാം നമ്മളെന്താ സ്ഥിരം കാണുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ എന്തുവാണെന്ന് അറിയാമോ? ഈ 4/4 പറഞ്ഞോട്ടെ. 4/4 ഈ 1/4നെ ഞാൻ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം സ്ഥിരം വിളിക്കുന്ന പേരാണ് അത് കാലെന്ന് വിളിക്കും. അതായത് നമ്മൾ ക്ലോക്ക് സങ്കല്പിച്ച ക്ലോക്കിൽ മിനിറ്റ് സൂചി ഈ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? മണിക്കൂർ സൂചി 12ലും ഇവിടെ മിനിറ്റ് സൂചി കാലിൽ ഇറങ്ങി എന്ത് വിളിക്കും? 12:15 എന്ന് വിളിക്കത്തില്ലേ? വിളിക്കും. ഇനി അല്ലെങ്കിൽ 1:15 എന്ന് വിളിക്കും, അല്ലെങ്കിൽ 2:15 എന്ന് വിളിക്കും, അല്ലെങ്കിൽ 5:15, 6:15 എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ മിനിറ്റ് സൂചി ഇവിടെ വന്നാൽ ഞാൻ എപ്പോഴും വിളിക്കുന്നത് എന്താ? കാലെന്ന് വിളിക്കും അല്ലേ? ഇനി മിനിറ്റ് സൂചി താഴെ ഇവിടെ വന്നെങ്കിലോ ഞാൻ അതിനെ അര എന്ന് വിളിക്കും. ഇവിടെ വന്നെങ്കിലോ ഞാൻ അതിനെ മുക്കാലെന്ന് വിളിക്കും. എന്താ ഇങ്ങനെ വിളിക്കുന്ന കാര്യം എന്താ? അതായത് ഈ ഫുൾ വട്ടത്തിൻ്റെ 4/1 ഭാഗത്തല്ലേ ഈ മിനിറ്റ് സൂചി നിൽക്കുന്നത്? ആണ്. അപ്പോൾ 4/1 ഭാഗത്ത് വന്നുകൊണ്ടാണ് ഞാൻ അതിനെ കാലെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? കാലാണ്. ഓക്കെ. ഇനി 2/4 എന്ന് വെച്ചാൽ എത്ര? പകുതിയല്ലേ? 4ആയിട്ട് മുറിച്ചതിൽ പകുതി ഭാഗം മിനിറ്റ് സൂചി സഞ്ചരിച്ചാൽ അത് അരയല്ലേ? ആണ്. അത് അര ഭാഗമായിട്ട് പറയും. ഇനി 3 കാൽഭാഗങ്ങൾ, ഇതൊരു കാൽഭാഗം, ഇത് ഒരു കാൽഭാഗം, ഇത് അടുത്തൊരു കാൽഭാഗം. അപ്പോൾ 3 കാല് ഭാഗങ്ങൾ സഞ്ചരിച്ചാൽ എനിക്ക് എവിടെ വരും? മുക്കാലിലെത്തും. ഓക്കെയാണോ? അപ്പോൾ 3/4 എന്ന് പറഞ്ഞാൽ എന്താ? മുക്കാലാണ്. ഇനി ഇത് ഫുള്ള് സഞ്ചരിച്ചാലോ എനിക്ക് 1 ആവും. ഓക്കെ. അപ്പോൾ 1/4 എന്ന് പറഞ്ഞാൽ കാലാണ്, 2/4 എന്ന് പറഞ്ഞാൽ അരയാണ്, 3/4 എന്ന് പറഞ്ഞാൽ മുക്കാലാണ്. അപ്പോൾ ഈ നമ്പർ ഞാൻ എവിടെ കണ്ടാലും ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഓക്കെ. ഇനി അപ്പോൾ കാലെന്ന് പറഞ്ഞാൽ എത്ര? ആണ്ടെ ഇതാണ് കാൽഭാഗം. അരാന്ന് പറഞ്ഞാലോ? ആണ്ടെ ഇതാണ് അരഭാഗം. മുക്കാലെന്ന് പറഞ്ഞാലോ? മുക്കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്ടെ ഇതാണെന്ത്? മുക്കാൽ ഭാഗം. ഓക്കെയാണ്. അപ്പോൾ കാലെന്ന് പറഞ്ഞാൽ ഇത് ഓർമ്മ വരണം, അരാന്ന് പറഞ്ഞാൽ ഇത് ഓർമ്മ വരണം, മുക്കാലെന്ന് പറഞ്ഞാൽ ഇത് ഓർമ്മ വരണം. എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറയുക 1/4 + 1/4 എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ സാധാരണ ചിന്തിക്കുന്നത് ഡിനോമിനേറ്റർ 2 ഈക്വൽ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർ ചിന്തിക്കുന്നത് ഡിനോമിനേറ്റർ 2 ഈക്വൽ ആണ്, അപ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ എനിക്ക് എത്ര വരും? 2/4 എന്ന് വരും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ പടമാണ് മനസ്സിൽ ഓർമ്മ വരുന്നതെങ്കിലോ ഇതൊരു കാൽ ഭാഗമല്ലേ? നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ മതി. ആണ്ടെ ഞാൻ ഈ ഒരു കാൽഭാഗം എടുത്തു, അതിൻ്റെ കൂടെ വേറൊരു കാൽഭാഗം കൂടെ ഞാൻ എടുത്ത് വെച്ചു. കണ്ടോ? ഇത് എത്ര ഭാഗമായി? അരഭാഗമായില്ലേ? മനസ്സിലായോ? അപ്പോൾ 2 കാൽഭാഗം ചേർന്ന് എനിക്ക് എത്ര ആവും? അരയാവും. അപ്പോൾ 1/4 + 1/4 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ? 1/2 ആണ്. ഓക്കെ. 2/4 ആണെങ്കിൽ 1/2. ക്ലിയർ ആണ്? 1/4 + 1/2 നിങ്ങളെന്ന് പറ. 1/4 + 1/2 എന്തായിരിക്കും? അതായത് അര അല്ലേ? അരയും അതിൻ്റെ കൂടെ ഒരു കാലൂടെ ചേർക്കണം. അരയും ഒരു കാലൂടെ ചേർത്തു. അപ്പോൾ എനിക്ക് എത്രയായി? മുക്കാലായില്ലേ? ആയി. 3/4. അപ്പോൾ അരയും കാലും കൂട്ടിയാൽ എനിക്ക് മുക്കാൽ കിട്ടും. ഇനി 3/4ഉം ഒരു 1/4 കൂടെ ചേർത്തു, മുക്കാലും ഒരു കാലൂടെ ചേർത്തു. ആലോചിച്ച് നോക്ക്, മുക്കാലും ഒരു കാലൂടെ ചേർത്തു. എനിക്ക് എത്ര കിട്ടും അന്നേരം? 1 കിട്ടും. 1 കിട്ടും. ഓക്കെയാണേ. ഇനി 1/2 + 1/2 അരയും ചേർന്ന് എത്ര? 1 കിട്ടും. ഇനി 3/4 + 3/4 ആലോചിച്ച് നോക്ക്. ഡിനോമിനേറ്റർ ഈക്വൽ ആണ്, ന്യൂമറേറ്ററും കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 6/4 എന്നൊക്കെ കിട്ടുമല്ലേ? 6/4 പറഞ്ഞാൽ എത്ര? 6-നകത്ത് 4 പ്രാവശ്യമുണ്ട്, 1 പ്രാവശ്യമുണ്ട്, ബാക്കി 2/4 ഉണ്ടല്ലേ? ഇനി കിട്ടും. ഇനി നമുക്ക് പിക്ചറൈസ് ചെയ്ത് നോക്കാം. പിക്ചറൈസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ആണ്ടെ ഇതെന്താണ്? ഒരു മുക്കാൽ ഭാഗമാണ്. ഇതിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? അടുത്തൊരു മുക്കാൽ ഭാഗം ചേർക്കാൻ പോവാ. കണ്ടോ? ഈ ഒരു മുക്കാൽ ഭാഗം ചേർത്ത് ഇങ്ങോട്ട് വെക്കാൻ പോവാം. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു കാൽഭാഗം ഇങ്ങനെ കട്ട് ചെയ്യും. ഈ കാൽഭാഗം എന്ത് ചെയ്യും? ഇവിടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കും അല്ലേ? ഇവിടെ ചേർത്ത് കൊടുക്കുമ്പോൾ എനിക്ക് 1 ആയി. ബാക്കി എനിക്ക് അരയല്ലേ ഉള്ളൂ. അപ്പോൾ എത്ര ആവും എനിക്ക്? 1/2 ആവും. ക്ലിയർ അല്ലേ? 2/4 എന്ന് പറഞ്ഞാൽ എത്ര? 1/2 ആണ്. വളരെ ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇനി അടുത്തത് 1/4 × 4
എത്ര? അതായത് 1/4 4 പ്രാവശ്യം ഉണ്ട്. അതായത് 1/4 ഭാഗം 4 പ്രാവശ്യം വന്നാൽ എന്താവും? 1/4 ഭാഗം 1 പ്രാവശ്യം വന്നാൽ 1/4, 2 പ്രാവശ്യം വന്നാൽ അര, 3 പ്രാവശ്യം വന്നാൽ 3 4 പ്രാവശ്യം വന്നാൽ ഫുള്ളായില്ലേ? അപ്പോൾ 1/4 × 4 എന്ന് പറഞ്ഞാൽ എത്ര? 1 ആണ്. 2/4 × 4 എത്ര? അതായത് 2/4 അരഭാഗമല്ലേ? അരഭാഗം 4 പ്രാവശ്യം വരണം. ഇതൊന്ന്, ഇത് 2, ഇനി അടുത്തത് 3, 4. അപ്പോൾ എത്രയായി? 2 ആയില്ലേ? ആയി, 2. അപ്പോൾ കിട്ടിയോ? ഇനി 3/4 × 4. 3/4 4 പ്രാവശ്യം വരണം. 3/4 4 പ്രാവശ്യം വരണം എന്ന് പറഞ്ഞാൽ എന്താ? അതാണ്ട് 3/4. ഇത് 3/4. അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു? അടുത്തൊരു 3/4 ചേർക്കാൻ പോവാം. ഒരു 3/4 ചേർത്തു. ഇനി ഇപ്പം എനിക്ക് രണ്ടും കൂടി ചേരുമ്പോൾ എത്രയായി? 1.5 അല്ലേ ആയത്? അതായത് ഒരു വലിയ വട്ടവും പിന്നെ അരയാണ് എനിക്ക് ബാക്കി വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി വീണ്ടും 2 3/4 ചേർക്കുമ്പോൾ എത്ര വരും? 1.5 തന്നെ ബാക്കി വരത്തില്ലേ? 1.5 തന്നെ വരും അല്ലേ? അപ്പോൾ 1 ഫുൾ വട്ടം, 2 ഫുൾ വട്ടം, അര കൂടി ചേർക്കുമ്പോൾ എനിക്ക് എത്ര ആവും? 3 ഫുൾ വട്ടം ആവും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എനിക്ക് എത്ര വരും? 3 എന്ന് വരും. ക്ലിയർ ആയോ? സംശയമില്ലേ? ഇല്ല. അപ്പോൾ പിക്ചറൈസ് ചെയ്ത് പഠിക്കുക. പിക്ചറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എളുപ്പവും. ചിലപ്പോൾ ഇത് ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ട് തോന്നും. പക്ഷേ ഇതാണ് എന്ത്? ഇതിൻ്റെ ബേസിക്, ഏറ്റവും ബേസിക് എന്ന് പറയുന്ന ഇതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യാം? ആണ്ടെ മേളിലും താഴെ 4 ഉണ്ട്, വെട്ടി കഴിഞ്ഞാൽ എനിക്ക് 1 കിട്ടും. ആണ്ടെ ഇവിടെ 2 4 ഉണ്ട്, വെട്ടി കഴിഞ്ഞാൽ എനിക്ക് 2 കിട്ടും. ഇവിടെ ഇതും വെട്ടി കഴിഞ്ഞാൽ എനിക്ക് 3 കിട്ടും. ഓക്കെ, ആ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്, ആ മെത്തേഡ് ഫോളോ ചെയ്യാം. ഇത് ബേസിക് ആയിട്ട് കാര്യം അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അഡീഷൻ നോക്കാം അല്ലേ? അഡീഷൻ നോക്കൂ. 1/2 പ്ലസ് 1/2 എനിക്കറിയാം. കണ്ടേ, ഞാൻ ഒരു ഹാഫ് സർക്കിൾ എടുത്തു, ആ 1/2 അല്ലേ? വേറൊരു ഹാഫ് സർക്കിൾ എടുത്തു. ഇത് രണ്ടും കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. സിമ്പിളായിട്ട് എഴുതാം അല്ലേ? ഇനി അടുത്ത് 1/4 പ്ലസ് 1/4 ഇതിൽ എത്ര? എനിക്കത് എത്ര? 2/4 ആണ്. അതായത് 1/4 ഭാഗം എടുത്തു, വീണ്ടും ഒരു 1/4 ഭാഗം എടുത്തു, കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 2/4 കിട്ടും. ഓക്കെ, ഇനി 1/3 പ്ലസ് 1/3 അതായത് ഞാനൊരു സർക്കിൾ എടുത്തു, അതിനെ 3ആയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ 3-1 എടുത്തു, 3-1 എടുത്തു. ഒരെണ്ണം കൂട്ടുമ്പോൾ എനിക്ക് എത്ര? 3-ൽ 2 ഭാഗമല്ലേ കിട്ടുന്നത്? ആണ്, 2/3. ഓക്കെ ആണല്ലോ. ഇനി 1/5 പ്ലസ് 2/5 അതായത് ഒരു വട്ടം ഉണ്ടായിരുന്നു, അതിനെ 5ആയിട്ട് ഞാൻ മുറിച്ചു. 5ആയിട്ട് മുറിച്ചതിൽ ഒരു ഭാഗവും 5ആയിട്ട് മുറിച്ചതിൽ 2 ഭാഗവും കൂടി ചേർത്ത് എത്ര? 5ആയിട്ട് മുറിച്ചതിൽ 3 ഭാഗമല്ലേ എനിക്ക് കിട്ടുന്നത്? 5ആയിട്ട് മുറിച്ചതിൽ 3 ഭാഗം കിട്ടും. അപ്പോൾ അടുത്ത 6/8 പ്ലസ് 1/8 8ആയിട്ട് മുറിച്ചതിൽ 6 ഭാഗവും 8ആയിട്ട് മുറിച്ചതിൽ ഒരു ഭാഗം കൂട്ടിയ 8ആയിട്ട് മുറിച്ചതിൽ 7 ഭാഗം കാണത്തില്ലേ? ആണ്. അപ്പോൾ ഇവിടുത്തേക്ക് പ്രത്യേകത ഉണ്ടോ? ഡിനോമിനേറ്റർ എല്ലാം ഈക്വലാണ്. ഉണ്ടോ? ലൈക്ക് ഫ്രാക്ഷൻസ് ആണല്ല. അപ്പോൾ ലൈക്ക് ഫ്രാക്ഷൻസ് കൂട്ടാൻ എനിക്ക് എളുപ്പമല്ലേ? ആണ്. ഇനി ഞാൻ പറയുകയാണ് 1/2 പ്ലസ് 1/3 കൂട്ടാൻ പറയുക. ആലോചിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ 1/2 എടുത്തു, 1/2 എടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്തു? 1/3 എടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഇതിലൊരു പീസ് എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവെക്കാൻ പോവാം. വേണ്ടേ, അത് ഇങ്ങനെ കൊണ്ടുവച്ചു. ഇത് നീ കണ്ടിട്ട് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ പറയാൻ പറ്റുമോ ഇത് മൊത്തം എത്ര പീസാണെന്ന്? ഇതെന്ന് പറഞ്ഞാൽ അരയാണ്, ഇതെന്ന് പറഞ്ഞാൽ 3-1 ഇത് കൂടെ മൊത്തത്തിൽ കാണുമ്പോൾ എനിക്ക് ഇതുപോലെ പറയാൻ പറ്റുമോ? 4-3 പറയാൻ പറ്റുമോ? എനിക്ക് നമ്മൾ 3-2 പറഞ്ഞ പോലെ ഇതെനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ഇത് കണ്ടോ, ഇവിടെ ബേസ് രണ്ടും ഈക്വൽ ആണെങ്കിൽ എനിക്ക് കൂട്ടാൻ എളുപ്പമാണ്. കണ്ടോ, കൂട്ടാൻ എളുപ്പമാണ്. അപ്പോൾ ഡിനോമിനേറ്റർ രണ്ടും ഈക്വൽ ആണെങ്കിൽ ലൈക്ക് ഫ്രാക്ഷൻ ആണെങ്കിൽ എനിക്ക് കൂട്ടാൻ എളുപ്പമാണ്. അപ്പോൾ അൺലൈക്ക് ഫ്രാക്ഷൻ ആണെങ്കിൽ എനിക്ക് കൂട്ടാൻ പാടാണ്. അപ്പോൾ ലൈക്ക് ഫ്രാക്ഷൻസ് കൂട്ടാനാണ് എന്ത്? എനിക്ക് എളുപ്പം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇവനെ ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കണം. അതാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയോ, ഞാനൊരു വലിയൊരു വട്ടം വരച്ചു. എനിക്കിവിടെ 1/2 1/3 ആണുള്ളത്. ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ഇവനെ ഞാൻ 3ആയിട്ടൊന്ന് മുറിച്ചു. എന്നിട്ട് അവനെന്ത് ചെയ്തു? 6ആക്കി. ഓക്കെ, ഇങ്ങനെ ആയിക്കട്ടെ. ഇതിൽ 1/2 അല്ലേ എനിക്ക് വേണ്ടുന്നത്? ഇതിനെ ഞാൻ ഒരു ഘടിപ്പിച്ചു കൊടുക്കാം. അതായത് എന്ന് പറയുന്നത് 3ആയിട്ട് മുറിക്കുമ്പോഴുള്ള പീസാണ്. ഈ സർക്കിളിനെ കൃത്യം 3ആയിട്ട് മുറിച്ചെങ്കിൽ ഇങ്ങനെ കിട്ടുന്നത് ആണ്. അയ്യോ, ഞാൻ ഇതിൻ്റെ 1/2 കൊടുക്കണം. സർക്കിളിന് 1/2 എന്ന് പറഞ്ഞാൽ എത്ര? ഈ ഒരു പീസ് ഇത്രയും വരും അല്ലേ? 1/2 സർക്കിളിന് 1/2 ആയി. ഇനി ആ സർക്കിളിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ എത്ര? ഈ ഒരു പീസ് അല്ലേ?
ഈ ഒരു പീസാണ് 1/3. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം വന്നില്ല. അപ്പോൾ ഞാൻ സർക്കിളിനെ ആദ്യം എത്രയായിട്ടാണ് മുറിച്ചത്? 6 ആയിട്ടാണ് മുറിച്ചത്. 6 ആയിട്ട് മുറിച്ചത് എത്ര പീസ് ആയത്? ഇപ്പോൾ 1, 2, 3, 4, 5 കൃത്യമായിട്ട് വന്നില്ലേ? അപ്പോൾ 6 ആയിട്ട് മുറിച്ചതിൽ 5 പീസല്ലേ എനിക്ക് കൃത്യമായിട്ട് വന്നത്. ഞാൻ ഇതിനെ 6 ആയിട്ട് മുറിച്ചത് കൊണ്ടല്ലേ എനിക്കിങ്ങനെ പറയാൻ പറ്റിയത്. അപ്പോൾ എനിക്കിതിനെ 5 ആയിട്ട് മുറിച്ചെങ്കിൽ പറയാൻ പറ്റുമോ? ഇല്ല. 4 ആയിട്ട് മുറിച്ചെങ്കിൽ പറയാൻ പറ്റുമോ? പറ്റത്തില്ല. 6 ആയിട്ട് മുറിച്ചപ്പോൾ എനിക്ക് അരയും 1/3 കൂടെ ഒരുമിച്ച് വെച്ചപ്പോൾ എനിക്ക് കറക്റ്റ് ഇവിടം വരെ വന്ന് നിന്നു. അതായത് 3യുടെ അവിടെ വന്ന് നിന്നു. ഓക്കെ. അപ്പോൾ 1/3 പീസ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഇതിനുകൊണ്ട് എനിക്ക് 5/6 എന്ന് എഴുതാൻ പറ്റി. ഇനി ഇതിനെ 6 ആക്കണം എന്നെനിക്ക് മനസ്സിലായത് എങ്ങനെയാണ്? അതാണ്ട് ഈ ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ അല്ലെങ്കിൽ എൽസിയം എടുക്കുക. അപ്പോൾ എനിക്ക് എത്ര ആയിട്ട് കറക്റ്റായിട്ട് മുറിച്ചാൽ കിട്ടും എന്നുള്ളത് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇതിനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കൃത്യമായിട്ട് എത്ര ഡിവൈഡ് ചെയ്യണമെന്നുള്ളത് കിട്ടും. അല്ലെങ്കിൽ അതിനെ ഡിനോമിനേറ്റർ രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കാൻ പറ്റും. ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഇതിനെ രണ്ടിനെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 3/6 എന്നാവും. പ്ലസ് ഇതിനെ രണ്ടിനെയും ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്താവും? 2/6 എന്നാവും. ഡിനോമിനേറ്റർ രണ്ട് ഈക്വൽ ആയില്ലേ? അപ്പോൾ ലൈക്ക് ഫ്രാക്ഷൻസ് ആയില്ലേ? അപ്പോൾ എനിക്കൊരു വട്ടം വരച്ച് കഴിഞ്ഞാൽ അതിനെ 6 ആയിട്ട് മുറിച്ചാൽ അത് 6 3 പീസ്. 1, 2, 3 പീസ്. 6ൽ 2 പീസ്. കണ്ടോ? ഇതേ പടം തന്നെയല്ലേ എനിക്കിവിടെ കിട്ടിയത്. അപ്പോൾ അതിന് കൂടുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 5/6 എന്ന് കിട്ടും. അപ്പോൾ അൺലൈക്ക് ഫ്രാക്ഷൻ ആണെങ്കിൽ എനിക്ക് കൂട്ടാൻ പാടാണ്. അപ്പോൾ ഞാൻ എന്താക്കണം? അതിനെ ലൈക്ക് ഫ്രാക്ഷൻ ആക്കണം. ഓക്കെ. ലൈക്ക് ഫ്രാക്ഷൻ ആക്കുമ്പോൾ ഡിനോമിനേറ്റർ രണ്ടും ഒരേപോലെ ആക്കണം. അപ്പോൾ എനിക്ക് കൂട്ടാൻ എളുപ്പമുണ്ട്. ഒരേപോലെ മുറിച്ചെങ്കിലേ എനിക്ക് കൂട്ടാൻ പറ്റൂ. ഒരേപോലെ മുറിച്ചെങ്കിലേ എനിക്ക് കൂട്ടാൻ എളുപ്പമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കി ലൈക്ക് ഫ്രാക്ഷൻ ആക്കിയത്. ഓക്കെ ആണേ? അപ്പോൾ എനിക്കിത് കിട്ടി 5/6 എന്നുള്ളത് കിട്ടി. അടുത്ത് നോക്കിയോ? 2/4 പ്ലസ് 1/5. ഇത് അടുത്തടുത്ത നമ്പർ അല്ലേ? ബേസ് ഡിഫറൻ്റ് അല്ലേ? അടുത്തടുത്ത നമ്പർ വരണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 5 കൊണ്ട് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 4 കൊണ്ട് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എത്ര വരും? 10/20 പ്ലസ് 4/20. ബേസ് രണ്ട് ഈക്വൽ ആയില്ലേ? അപ്പോൾ എത്ര? 14/20 എന്ന് കിട്ടും. ഓക്കെ. ഇനി അടുത്ത് നോക്കിയോ? 2/4 പ്ലസ് 2/8. ഇത് നോക്കുക, അടുത്തടുത്ത നമ്പർ ആണോ? അല്ല. ഇതും ഏതെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. 4 8 നോക്കിയേ. 4ൻ്റെ ഇരട്ടിയല്ലേ 8? ആണ്. അപ്പോൾ ബേസ് രണ്ട് ഈക്വലാക്കിയാൽ മതി. ഒറ്റ കണ്ടീഷൻ നമുക്കുള്ളത്. അതായത് ഒരേപോലെ മുറിച്ചെങ്കിലേ കൂട്ടാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ 4നെ 8 ആക്കുക, അല്ലെങ്കിൽ 8നെ എന്ത് ചെയ്യുക? 4 ആക്കുക. എനിക്ക് എളുപ്പം എന്താ? 8നെ 4 ആക്കി കൊടുക്കാം. 2/4 പ്ലസ് 1/4. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്തായി? ഈക്വൽ ഫ്രാക്ഷൻ ആയില്ലേ? അപ്പോൾ 1/4 ഈക്വൽ എത്ര വരും? 3/4 വരത്തില്ലേ? മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അടുത്തടുത്ത നമ്പറുകളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡിനോമിനേറ്റർ കൊണ്ട് അപ്പുറം ഇപ്പുറം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് സുഖം. ഇനി അടുത്തടുത്തുള്ള നമ്പർ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈക്വൽ ആക്കാൻ നോക്കുക. അതായത് 1/3 പ്ലസ് 1/12 അടുത്തടുത്ത നമ്പറാണോ? അല്ല. അടുത്തടുത്ത നമ്പറിൽ എന്ത് ചെയ്യാം? 3നെ മൾട്ടിപ്ലൈ അല്ലേ 12. എനിക്ക് ആക്കാൻ പറ്റി. അപ്പോൾ എന്താ? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 4 × 3 ആണ് 12. അപ്പം 4/12 പ്ലസ് 1/12 ഈക്വൽ എത്ര? 5/12. മനസ്സിലായോ? മനസ്സിലായി. ഇനി അതേ സാധനം നോക്കിയോ? 1/12 പ്ലസ് 1/16. ഓക്കെ. ഇത് രണ്ടും നോക്കുക. ഇത് രണ്ടും നോക്കുമ്പോൾ അടുത്തടുത്ത നമ്പരല്ല, വളരെ ദൂരമുള്ള നമ്പരാണ്. അപ്പോൾ എനിക്കിവിടെ 16 കൊണ്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം, 12 കൊണ്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ വലിയൊരു സംഖ്യ കിട്ടത്തില്ലേ? കിട്ടും. അങ്ങനെ വെച്ചും ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇതിൻ്റെ ഇത് വരുന്ന മൾട്ടിപ്പിൾ വരുന്ന എൽസിയം എടുക്കുക അല്ലേ? എൽസിയം എന്ന് വെച്ചാൽ എന്താ അറിയാലോ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളാണ്. അതായത് 12 ടേബിൾ എഴുതാം. 12, 24, 36, 48 എന്ന് പറഞ്ഞ് പോകും അല്ലേ? 16 ടേബിൾ എഴുതുമ്പോഴോ? 16, 32 അല്ലേ? 32, 48, 64 ഇങ്ങനെ പോകും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിന് രണ്ട് എൽസിയം നോക്ക്. രണ്ടിലും കോമൺ മൾട്ടിപ്ലൈ ഒക്കെ ഉണ്ട്. കാണുന്നുണ്ടോ? 48 കിടപ്പുണ്ട്. ഇവിടെയും 48 കിടപ്പുണ്ട്. ഏറ്റവും ആദ്യം വന്ന കോമൺ മൾട്ടിപ്പിൾ 48 അല്ലേ? ആണ്. അപ്പോൾ അതാണെന്ത്? ഇതിന് രണ്ട് എൽസിയം. അപ്പോൾ ഇതിനെ ഞാൻ എന്താക്കണം? 48 ആക്കണം. ഇതിനെയും 48 ആക്കണം. അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 12 എത്രാമത്തെ ടേബിളിലാണ് വന്ന 48? 4 അവരെ മേളിലും താഴെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4/48 പ്ലസ്
ഇനി 16നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 48 വന്നത്. അപ്പോൾ ഇതിന് 3/48 എന്ന് എനിക്ക് എഴുതാം അല്ലേ? ഈക്വൽ ടു എത്ര? 7/48. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഇതിനെ വേണമെങ്കിൽ 16 കൊണ്ട് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം, 12 മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ വെച്ച് സമയം പോകും. അതുകൊണ്ടാണ് ഞാൻ എന്തെടുത്തത്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുത്തത്. അപ്പോൾ ലിമിറ്റ് ഉണ്ടെങ്കിൽ ഈ കരയിൽ 48 ആയില്ലേ? അപ്പോൾ ഇനി ചെയ്യാൻ എളുപ്പമായി. ഓക്കെ, എവിടെ എഴുതാൻ പോയി ഞാൻ? 3, 6, 9, 12. 4 എഴുതുക. 4, 8, 12. കണ്ടോ? അപ്പോൾ ഇത് പരസ്പരം മൾട്ടിപ്ലൈ തന്നെ ആയിരിക്കും എന്ത്? അതിൻ്റെ LCM എന്ന് പറയുന്നത് 3 × 4 തന്നെ ആയിരിക്കും 12 കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. ഇത് അടുത്തടുത്തുള്ള നമ്പർ ആണെങ്കിൽ, അപ്പോൾ ദൂരെയുള്ള നമ്പർ 12ഉം 16 ഒക്കെ ആണെങ്കിൽ എന്താ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ ശരിയാവത്തില്ല, വലിയ നമ്പറിൽ പോവും. അപ്പോൾ LCM എടുക്കണം. ഓക്കെ, ഇനി ഇതുപോലെ ഒരു കണക്ക് കൂടെ ചെയ്യണ്ടേ? ഒരു കണക്ക് കൂടെ ചെയ്ത് നോക്കാം. 2/6 പ്ലസ് 2/8. ഓക്കെ, അപ്പോൾ നമ്മളെന്താ പഠിച്ചത്? അടുത്തടുത്തുള്ള നമ്പറാണ്, തൊട്ടടുത്തുള്ള അല്ലല്ലോ. എന്നാലും ഞാൻ നോക്കുക, 6 × 8 48 പോവും. അപ്പോൾ ഇതിന് മേളിൽ താഴെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 8 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഉത്തരം കിട്ടും. പക്ഷെ ഞാൻ വേറെ ചെയ്യാൻ പോവാം. 6 ടേബിൾ എഴുതി. 6, 12, 18, 24. 8 ടേബിൾ എഴുതുക. 8, 16, 24. കണ്ടോ? LCM എനിക്ക് എത്ര വന്നത്? 24 വന്നത്. അപ്പോൾ ഇതിനെ എനിക്ക് 27 ആക്കിയാൽ മതി, ഇതിന് 27 ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ 27 ആക്കുമ്പോൾ ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 8/24 എന്ന് വരും. പ്ലസ് ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6/24 എന്ന് വരും. ഈക്വൽ ടു എത്ര? 8 × 6 14. 14/24 എന്ന് വരും. ഓക്കെ, അപ്പോൾ LCM എടുക്കുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ചെറിയ ഫോമിൽ കിട്ടും, അതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ചെയ്താലും എന്താ? ഡിനോമിനേറ്റർ 2 ഈക്വൽ ആക്കുക, കൂട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത്ര നോക്കി. 1/6 പ്ലസ് 1/12 പ്ലസ് 1/24. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം? ഇതിൻ്റെ ബേസ് 3 അല്ലേ? അപ്പോൾ എനിക്ക് എന്താക്കണം? ഇതിനെല്ലാം സെയിം ആക്കണം. അപ്പോൾ 6 നോക്കി. 6 ടേബിൾ 26 ഉണ്ടോ? ഉണ്ട്. 6 4 24 ആണ്. 12 ടേബിൾ 27 ഉണ്ടോ? ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പോവാം? ഇതെല്ലാം 27 ആക്കാൻ പോകും ഞാൻ. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4/24 പ്ലസ് 2/24. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് 1/24. ഇതെല്ലാം കൂടെ കൂട്ടിക്കൂടെ എനിക്ക്. അപ്പോൾ എത്ര വരും? 7/24 എന്ന് വരും. മനസ്സിലായോ? ഓക്കെ, അടുത്തിട്ടാണ് നോക്കാം. 1/3 പ്ലസ് 2/6 പ്ലസ് 3/9. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നോക്കിയോ, 3, 6, 9 ഇതെല്ലാം എന്താ? മൾട്ടിപ്പിൾ അല്ലേ? ആണ്. 3ൻ്റെ മൾട്ടിപ്പിളാ. ഒന്നുകിൽ ഇതിനെല്ലാം 9ൻ്റെ ടേബിളിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെല്ലാം 3 ടേബിളിലോട്ട് മാറ്റണം. ഞാൻ 3 ടേബിളിലോട്ട് മാറ്റാൻ പോകാം. അപ്പോൾ 1/3 മേളിൽ താഴെയുള്ള ഇതില്ലേ 2ഉം 3ഉം 6 അല്ലേ? അതിനെ ഞാൻ 2 കൊണ്ട് തന്നെ വെട്ടുക. അപ്പോൾ എത്ര വരും? 1/3 എന്ന് വരത്തില്ലേ? വരും. പ്ലസ് ഇത് 2 3 കൊണ്ട് ഞാൻ വെട്ടി. അപ്പോൾ എത്ര വരും? 1/3 എന്ന് വരും അല്ലേ? അപ്പോൾ 1/3 പ്ലസ് 1/3 പ്ലസ് 1/3, അതായത് 3 ഭാഗം വെച്ച് കൂട്ടി. അപ്പോൾ എത്ര വരും എനിക്ക്? 3/3 അല്ലേ വരുന്നത്? ഈക്വൽ എത്ര? 1 കിട്ടും. മനസ്സിലായോ? ഇനി അടുത്തൊരു കണക്ക് നോക്കാം. അടുത്ത കണക്ക് പറയുമ്പോൾ 1/3 പ്ലസ് 2/6 പ്ലസ് 3/6. നോക്ക്, ഇവിടെ എനിക്ക് എല്ലാത്തിനെയും 3ലോട്ട് മാറ്റാൻ പറ്റുമോ? ഇല്ല, കാരണം അവിടെ 3/6 കിടക്കുന്നത്. അപ്പോൾ ഞാൻ 2 കൊണ്ട് വെട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇതിനെയും കൂടെ എന്ത് ചെയ്യും? 6ലോട്ട് മാറ്റാൻ പോകും. അപ്പോൾ 2/6 പ്ലസ് 2/6 പ്ലസ് 3/6 എന്ന് വരും. അപ്പോൾ എത്ര? 4, 3, 7, 7/6. 7/6 എന്ന് പറഞ്ഞാൽ എത്ര? 7നകത്ത് 6 പ്രാവശ്യമുണ്ട്, 1 പ്രാവശ്യമുണ്ട്, ബാക്കി 1/6. ക്ലിയർ ആണ്? ഓക്കെ, ഇനി അടുത്തിലോട്ട് നോക്കാം. മിക്സഡ് ഫ്രാക്ഷൻ കൂട്ടാം. അപ്പോൾ 14 1/2 പ്ലസ് 2 1/3. ഇത് രണ്ടും കൂട്ടി നോക്കാം. അപ്പോൾ എനിക്കറിയാം 14 പ്ലസ് 1/2 അല്ലേ ഇത്? 2 പ്ലസ് 1/3 അല്ലേ ഇത്? ആണ്. അപ്പോൾ 14 2 16 പ്ലസ് 1/2 പ്ലസ് 1/3. ഇതെന്താ ചെയ്യേണ്ടത്? ആണ്ടെ ഇതിന് 2 1/2 1/3 കൂട്ടാൻ എന്ത് ചെയ്യണം? ബേസ് 2 ഈക്വൽ ആക്കണ്ടേ? ബേസ് 2 ഈക്വൽ ആക്കണം. അപ്പോൾ 3 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 6 എന്നല്ലേ കിട്ടുന്നത്? അപ്പോൾ 2ൻ്റെ ബേസ് എന്താക്കുക? 6 ആക്കുക. അപ്പോൾ 16 പ്ലസ് 3/6. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2/6
ബേസ് 2 ഈക്വലായില്ലേ? അപ്പോൾ 16 പ്ലസ് 5/6 എന്ന് കിട്ടും. അതായത് എന്താ 16 5/6 ക്ലിയർ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 12 2/3 പ്ലസ് 5 6/4 ഇത് രണ്ടും കൂട്ടി നോക്കാം. ഇതെന്ന് പറയുമ്പോൾ എനിക്ക് എന്താ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ, ന്യൂമറേറ്റർ വലുതല്ലേ, അപ്പോൾ അതെനിക്ക് എന്താക്കി എഴുതാം? 6/4 എന്ന് പറഞ്ഞാൽ 1 2/4 അല്ലേ, അതായത് ഇങ്ങനെ എഴുതിക്കോ. അപ്പോൾ 12 2/3 പ്ലസ് 5 6/4 പറഞ്ഞാൽ എന്താ? പ്ലസ് 6/4 പറഞ്ഞാൽ 1 2/4 അല്ലേ, ആണ് 2/4 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? 12 5 17 1 18 പ്ലസ് 2/3 പ്ലസ് 2/4 ഡിനോമിനേറ്റർ ഈക്വൽ ആണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണം. ഇതിൽ രണ്ടിനും വരുന്ന കോമൺ മൾട്ടിപ്ലൈ ആകത്തത് 12 ആയിരിക്കും. 4 × 3 12 ആണ്. അപ്പോൾ 18 പ്ലസ് ഇത് രണ്ടിനും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 8/12 പ്ലസ് 6/12 ഈക്വൽ ടു എത്ര? 18 പ്ലസ് 6 കിട്ടും 14/12 എന്ന് വരും. 14/12 പറഞ്ഞാൽ എത്ര? 18 പ്ലസ് 14 12 എത്ര പ്രാവശ്യമുണ്ട്? ഒരു പ്രാവശ്യമുണ്ട്. ബാക്കി 2/12 ഈക്വൽ ടു 19 2/12 വരും. ഓക്കെ. ഇനി അടുത്ത് 2 5/6 പ്ലസ് 4 1/7 രണ്ട് കൂട്ടണം. അപ്പോൾ 2ഉം 4ഉം എത്ര? 6 പ്ലസ് 5/6 പ്ലസ് 1/7 ആണ്. ഇനി നോക്കിക്കോ, 6ഉം 7ഉം അല്ലേ കിടക്കുന്നത്. ഇത് അടുത്തടുത്ത നമ്പർ അല്ലേ. അടുത്തടുത്ത നമ്പർ ആകുമ്പോൾ എനിക്ക് എൽസിയം കിട്ടാൻ 6 മൾട്ടിപ്ലൈ ചെയ്തെങ്കിലേ പറ്റൂ. അപ്പോൾ 6 പ്ലസ് ഇത് രണ്ടിനെ 7 മൾട്ടിപ്ലൈ ചെയ്തു 35/42 പ്ലസ് 6/42. അപ്പോൾ 6 പ്ലസ് എത്ര? 35 6 41/42. ഓക്കെ, എത്ര? 6 41/42 ആണ്. ഓക്കെ ആണ്. അപ്പോൾ അഡിഷൻ്റെ കേസ് ഇവിടെ നിർത്താം. ഇനി എന്നാലും മനസ്സിലാകത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ അടുത്തത് പറഞ്ഞാൽ സബ്സ്ട്രാക്ഷനാണ്. അടുത്ത സബ്സ്ട്രാക്ഷൻ, കുറയ്ക്കുന്നത്. അപ്പോൾ കുറയ്ക്കാനാണെങ്കിലും എനിക്ക് എന്ത് വേണം? ഡിനോമിനേറ്റർ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എനിക്ക് പറയുവാണ് 2/4 മൈനസ് 1/4. ആണ്ടെ ഞാനൊരു വട്ടം വരച്ചു അല്ലേ. വട്ടം വരച്ചിട്ട് അതിനെ 4 പീസാക്കി. അതിൽ 2 പീസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഒരു പീസ് കുറച്ചു. ഒരു പീസ് കണ്ട് വെട്ടിക്കളഞ്ഞു. ഒരു പീസ് പോയി. അപ്പോൾ എത്രയുണ്ട്? 4 ഉള്ളൂ. 1/4 ആണ് ഉള്ളത്. അപ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറയ്ക്കാൻ എളുപ്പമാണ്. ഈ ഡിനോമിനേറ്റർ വ്യത്യസ്തമാക്കി നോക്കാം. 2/4 മൈനസ് 1/3. അപ്പോൾ 2/4 പറഞ്ഞാൽ എനിക്കറിയാം അല്ലേ. 2/4 പറഞ്ഞാൽ ഇത്രയും ഭാഗമുണ്ട്. ഏതെങ്കിലും 1/3 അല്ലേ കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടം തൊട്ട് ഇത്രയും ഭാഗം വരത്തില്ലേ 1/3. ഈ വേണ്ടുന്ന എത്ര ഭാഗമാണ്? ഇത്രയും ഭാഗമാണ് എനിക്ക് വേണ്ടുന്നത്. എങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? എത്ര ഭാഗമുണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ ഒരേപോലെ മുറിച്ചിരുന്നെങ്കിൽ, ഇത്രയും ഭാഗം വരുന്ന കുറേ പീസുകളാക്കിയിരുന്നെങ്കിൽ എനിക്ക് പറയാമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഡിനോമിനേറ്റർ 2 ഈക്വൽ ആക്കാൻ പോവാം. ഇത് 4ഉം 3ഉം അടുത്തടുത്ത് കിടക്കുന്ന നമ്പറുകളല്ലേ. അടുത്തടുത്ത നമ്പർ ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, 4 കൊണ്ട് ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് വരും 6/12 മൈനസ് 4/12 എന്ന് വരും. അപ്പോൾ എത്ര? 2/12 എന്ന് വരും. അതെന്ന് പറഞ്ഞാൽ എത്ര? 1/6 ആണ്. പറഞ്ഞാൽ മനസ്സിലായോ? നമുക്കിത് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഞാനിതിനെ 6 കൊണ്ട് മുറിക്കാൻ പോകാം. 6 ആയിട്ട് മുറിച്ചു. ഓക്കെ. ഇതെന്ന് പറഞ്ഞാൽ 2/4 അല്ലേ. 2/4 പറഞ്ഞാൽ പകുതി അല്ലേ. ആണ്. പകുതി ഭാഗം. അതിന് 1/3 അല്ലേ കുറയ്ക്കേണ്ടത്. 1/3 എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇതിനെ 3 ആക്കുവാണെങ്കിൽ 3 ആക്കുമായിരുന്നെങ്കിൽ 3 ആക്കി. അപ്പോൾ 3 ഒരു ഭാഗമല്ലേ പോയത്. അപ്പോൾ ഇത്രയും ഭാഗം ഞാനും കളഞ്ഞു. ബാക്കി ഇത്രയും ഭാഗമല്ലേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ എത്ര? 6 മുറിച്ചതിൽ ഒരു ഭാഗമല്ലേ. അതാണ് 1/6.
മനസ്സിലായോ? അപ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടി. ഇനി അടുത്തത് 6/12 മൈനസ് എടുക്കണം 3/6 ചെയ്ത് നോക്കാം. 3/6 വേണ്ട, 2/6 മതി. 2/6 ഓക്കെ. അതെന്ന് പറഞ്ഞാൽ എത്ര? ഇതിന് ഡിനോമിനേറ്റർ ഈക്വൽ ആണോ? അല്ല. ഡിനോമിനേറ്റർ ഈക്വൽ ആക്കിയാൽ പോരെ? മതി. ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുമ്പോൾ എനിക്ക് ഒന്നുകിൽ 6നെ എന്താക്കാം 12 ആക്കാം, അല്ലെങ്കിൽ 12 എന്താക്കാം 6 ആക്കാം. അപ്പോൾ ഞാൻ 12നെ 6 ആക്കി നോക്കാം. 12 6 ആക്കി നോക്കുമ്പോൾ എനിക്ക് എത്ര വരും? 3/6 നേരത്തിലേ വരത്തുള്ളൂ. 3/6 മൈനസ് 2/6 നേരത്തില്ലേ ഈക്വൽ എത്ര? 1/6. എളുപ്പമല്ലേ? അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുക. ഫസ്റ്റിലെ LCM എടുത്ത് നോക്കേണ്ട കാര്യമില്ല. വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഈക്വൽ ആക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കുറയ്ക്കുകയോ കൂട്ടുകയോ എന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മൈനസും പ്ലസും കൂടെ ഒരുമിച്ചുള്ള ഇക്വേഷൻ നോക്കണം. മൈനസും പ്ലസും ഒരുമിച്ചുള്ള ഇക്വേഷൻ ഒന്ന് നോക്കാം. 14 1/2 പ്ലസ് 2 1/3 മൈനസ് 1 2/4. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും കൂടണം അല്ലേ? 14 2 16 16 1/2 പ്ലസ് 1/3 അല്ലേ? ഇനി മൈനസ് 1 2/4. ഇത് രണ്ടും കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ബേസ് ഈക്വൽ ആക്കണം. 16 പ്ലസ് എത്ര വരും? അടുത്ത നമ്പർ 2 3 തൊട്ടടുത്ത നമ്പറിലല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3/6 പ്ലസ് 2/6 മൈനസ് 1 2/4. ഇത് കൂടുമ്പോൾ എത്ര വരും? 16 5/6 മൈനസ് 1 2/4 അല്ലേ? ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ? 16 5/6 മൈനസ് 1/2 അല്ലേ ഇത്? 1/2 ആണ്. 1/2 5/6 അല്ലേ എനിക്കുള്ളത്? എനിക്കിതിനെ 6 ആക്കിക്കൂടെ? ആക്കാം. അപ്പോൾ 16 മൈനസ് 1 എത്ര? 15 ആണ്. ഇനി അതിനോട് എന്ത് ചെയ്യണം? 5/6 ന്ന് 5/6 മൈനസ് 1/2 അല്ലേ? അപ്പോൾ എന്ത് വരും? 3/6 വരത്തില്ലേ? വരും. അപ്പോൾ എത്ര ഉത്തരം? 15 2/6 എന്ന് വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3/4 പ്ലസ് 3/4 പ്ലസ് 1/3 മൈനസ് 1/2 മൈനസ് 1/5. അപ്പോൾ എന്ത് ചെയ്യാം? ഇത് രണ്ടും പ്ലസ് അല്ലേ? അത് രണ്ടും ചെയ്യാം. അപ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ആണോ? അല്ല. അപ്പം ഈക്വൽ ആക്കണം. 9/12 പ്ലസ് 4/12 മൈനസ് ഇത് രണ്ട് സിമ്പിൾ മൈനസ് അല്ലേ? കുഴപ്പമില്ല, നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാം. 1/2 മൈനസ് 1/5. ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 13/12 കിട്ടും. ഇനി മൈനസ് 1/2 ഇല്ലേ? 1/2. ഇത് രണ്ടും ചെയ്യാൻ എന്ത് വേണം? ബേസ് ഈക്വൽ ആക്കണ്ടേ? ബേസ് ഈക്വൽ ആക്കണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് എനിക്ക് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ എന്താവും? 6/12 ആവത്തില്ലേ? ആവും. അപ്പോൾ കുറയ്ക്കുമ്പോൾ എത്ര വരും? 7/12 മൈനസ് 1/5 എന്ന് വരും. ഓക്കെയാണ്. ഇനി ഇത് രണ്ടിനും ബേസ് ഈക്വൽ ആണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? LCM എടുക്കണം. LCM എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടിൻ്റെ എത്ര വരും? 60 എടുക്കാം. അപ്പോൾ 60 ആക്കാൻ ഇതിന് രണ്ടും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ 5 കൊണ്ട് മേളിൽ നിറയെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 35/12 12 60 മൈനസ് 12 മേളിൽ നിറയെ മൾട്ടിപ്ലൈ ചെയ്തു. 12/60 എന്ന് വരും. ഈ കിലോ എത്ര? 35 12 പോയി എത്ര? അപ്പോൾ 23 വരും. 23/60 എന്ന് വരും. ഇതാണെന്ത്? ഇതിൻ്റെ ഉത്തരം. ക്ലിയർ ആണോ? അഡിഷൻ്റെ കേസ് വന്നാലും സബ്സ്ട്രാക്ഷൻ്റെ കേസ് വന്നാലും ഞാൻ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുക. എത്ര ടേം ഉണ്ടോ അതിൻ്റെ എല്ലാം ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുക, കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക. അപ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ആയാലും എനിക്കെന്ത് ഡിനോമിനേറ്റർ ഈക്വൽ ആയെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കൂട്ടാനും കുറയ്ക്കാനും പറ്റൂ. കാരണം എന്തുകൊണ്ടാ? അതാണ് എനിക്ക് എളുപ്പം, ചെയ്യാൻ എളുപ്പം. ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുന്നതാണ്. ഓക്കെയാണേ. ഇനി പ്ലസ് അല്ല, പ്ലസും കഴിഞ്ഞു, മൈനസും കഴിഞ്ഞു, അഡിഷൻ കഴിഞ്ഞു, സബ്ട്രാക്ഷൻ കഴിഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്, ഡിവിഷനും ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ പ്രത്യേകം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ഈക്വൽ ആക്കണ്ട, ഒന്നും ഈക്വൽ ആക്കണ്ട.
ഞാൻ പറയാം 2/5 ഇൻറ്റു 3/6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ചെയ്താൽ മതി, ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ചെയ്താൽ മതി. 6/4 കിട്ടും, എളുപ്പമല്ലേ? 1/5 ഇൻറ്റു 2/10 എത്ര വരും? 2/50 വരും. 1 ഇൻറ്റു 2 5 ഇൻറ്റു 10 അപ്പോൾ 50 കിട്ടും. ഇനി 3/6 ഇൻറ്റു 2/6 അപ്പോൾ എത്ര വരും? 3 ഇൻറ്റു 2 6ആണ്. 6/6 ഇൻറ്റു 6 36 വരും. ഓക്കെ ആണ്. ഇനി അപ്പോൾ ഇതുപോലെ ഏത് നമ്പർ കിട്ടിയാലും ന്യൂമറേറ്റർ ചെയ്യുക, ഡിനോമിനേറ്റർ ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്താണ് ഡിവിഷൻ. 1/2 ഡിവൈഡ് ബൈ 3/2 ഇത് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യുമ്പോൾ എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ രണ്ടാമത് കിടക്കുന്ന ഫ്രാക്ഷൻ ഇല്ലയോ, അതിനെ തലതിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 1/2 ഇൻറ്റു 2/3. അപ്പോൾ ഈ തലതിരിച്ചല്ലേ ഇട്ടത്, ഇതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് റെസിപ്രോക്കൽ എടുക്കുക എന്ന് വിളിക്കും. റെസിപ്രോക്കൽ. അപ്പോൾ 1/2 ഇൻറ്റു 2/3 അല്ലേ, എനിക്ക് എത്ര കിട്ടും? 2/6 എന്ന് കിട്ടും. ഓക്കെ ആണോ? അല്ലെങ്കിൽ വെട്ടി കളഞ്ഞിട്ട് എഴുതാം. ഇവിടെ നമ്മൾ ഡിവിഷൻ മാത്രം നോക്കുന്നുണ്ട്, വേറെ നോക്കുന്നില്ല, ഡയറക്റ്റ് ഡിവൈഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2/3 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 6/5. അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 2/3 ഇൻറ്റു 5/6 എന്ന് എനിക്ക് എഴുതിക്കൂടെ? എന്ന് പറഞ്ഞാൽ എത്ര? 10/18 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി 4/5 ഡിവൈഡ് ബൈ 6/5 ഇതെന്ത് ചെയ്യണം? തലതിരിച്ചിടണം. അപ്പം 4/5 ഇൻറ്റു 5/6 എന്ന് വരും. അപ്പോൾ എത്ര? 5 4 20/6 30. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഒരു നോക്കാം. 1/2 ഡിവൈഡ് ബൈ 1/2 എത്ര വരും? അപ്പോൾ എങ്ങനെ എഴുതുന്നത്? 1/2 ഡിവൈഡ് ബൈ 1/2 തന്നെയല്ലേ ഇത്? വെളിയിൽ നിന്ന് ഒരു നമ്പർ അല്ലേ, എത്ര വരും? 1 വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? തിരിച്ചിട്ട് മൾട്ടിപ്ലൈ നോക്ക്. 1/2 ഇൻറ്റു 2/1 എന്ന് വരും അല്ലേ? അപ്പോൾ 1/2 ഇൻറ്റു 2/1 എന്ന് വരും, ഈക്വൽ ടു 2/2 ഇതിൽ 1 വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനെന്തൊക്കെ പഠിച്ചു? ഫ്രാക്ഷൻ പഠിച്ചു, ഫ്രാക്ഷൻ്റെ ടൈപ്സ് പഠിച്ചു, ഫ്രാക്ഷൻ പഠിച്ചു, അതിൻ്റെ ടൈപ്സ് പഠിച്ചു, പ്രോപ്പർ ഫ്രാക്ഷൻ പഠിച്ചു, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ പഠിച്ചു, പിന്നെ മിക്സഡ് ഫ്രാക്ഷൻ പഠിച്ചു, ഇക്വലൻ്റ് ഫ്രാക്ഷൻ പഠിച്ചു അല്ലേ? ഇക്വലൻ്റ് ഫ്രാക്ഷൻ പഠിച്ചു, ലൈക്ക് ഫ്രാക്ഷൻ പഠിച്ചു, അൺലൈക്ക് ഫ്രാക്ഷൻ പഠിച്ചു, പിന്നെ അഡിഷൻ പഠിച്ചു, സബ്സ്ട്രാക്ഷൻ പഠിച്ചു, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, ഡിവിഷൻ പഠിച്ചു. ഇതിൽ ഏതെങ്കിലും ഭാഗം സംശയമാണെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. നമ്മൾ ബേസ് തൊട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആർക്കെങ്കിലും എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് നോക്കുക. ഏത് പാർട്ടുണ്ടെങ്കിലും, ഇപ്പോൾ നമുക്ക് ഏത് ടോപ്പിക് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് വീഡിയോ ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ അടുത്ത ഭാഗമായിട്ട് ചെയ്യാൻ പോകുന്നത് കമ്പയറിങ് ഫ്രാക്ഷൻസ് ഉണ്ട്. ഫ്രാക്ഷനെ കമ്പയർ ചെയ്യുന്ന ഭാഗം ചെയ്യാനുണ്ട്, കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ ചെയ്യാനുണ്ട്, അങ്ങനെ കുറേ ഭാഗങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് നോക്കിയിട്ട് പറയുക.